ഹലോ എവ്രി വൺ. ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചർ കോഴ്സിലെ 5th സെമസ്റ്ററിലെ ടൗൺ പ്ലാനിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. നവംബർ 2024 അതായത് ലാസ്റ്റ് ഇയർ കഴിഞ്ഞൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The garden city movement was developed by dash an English town planner. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഗാർഡൻ സിറ്റി മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്ത ടൗൺ പ്ലാനറിൻ്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് എബിനെസർ ഹോവേർഡ് എന്ന് പറയുന്ന ഒരു ടൗൺ പ്ലാനറാണ്. അദ്ദേഹം ഒരു അർബൻ പ്ലാനർ ആയിരുന്നു. അപ്പോൾ ഈ ഗാർഡൻ സിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഡിസൈൻ ചെയ്ത ഒരു കൺസെപ്റ്റാണ്. ഇത് ആക്ച്വലി ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഈ ഇൻഡസ്ട്രിയൽ സിറ്റീസ് കാര്യങ്ങളിലൊക്കെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഗാർഡൻ സിറ്റി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻ, അതേപോലെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്, ഗ്രീൻ സ്പേസസ് കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യമാണ് ഈ ഗാർഡൻ സിറ്റി മൂവ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ആർ സെൻട്രൽ ഓർ കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഇൻ എ നെയ്ബർഹുഡ് ദാറ്റ് ഹാവ് എ മിക്സ് ഓഫ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ്. അതായത് ഒരു നെയ്ബർഹുഡിലെ സെൻട്രൽ അല്ലെങ്കിൽ കണക്റ്റിംഗ് പോയിൻറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോഡാണ് ഒരു നെയ്ബർഹുഡ് യൂണിറ്റിലെ സെൻട്രൽ അല്ലെങ്കിൽ കണക്റ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, അതിൽ ആ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നതാണ് നോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റിയിലെ അല്ലെങ്കിൽ ഒരു ടൗണിലെ ഒരു ഫോക്കൽ ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെയാണ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സ്, ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഇതൊരു അർബൻ ഡിസൈനിൽ തന്നെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അതായത് ഇവിടെ അധികവും ആൾക്കാരുടെ മൂവ്മെൻറ്റും അതേപോലെ വെഹിക്കിൾസ്, സർവീസസ് കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു പ്ലേസാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ആൻ എക്സ്പ്രസ് വേ വിത്ത് ഫുൾ കൺട്രോൾ ഓഫ് ആക്സസ് ഈസ് കോൾഡ്. ഒരു എക്സ്പ്രസ് വേ വിത്ത് ഫുൾ കൺട്രോൾ ഓഫ് ആക്സസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു കൺട്രോൾഡ് ആക്സസ് ഹൈവേ അല്ലെങ്കിൽ ഫ്രീ വേ ആണ്. അതായത് എക്സ്പ്രസ് വേ എന്ന് പറയുമ്പോൾ ഇതിന് ഒരു എക്സ്പ്രസ് വേക്ക് ഫുൾ കൺട്രോൾ ഓഫ് ആക്സസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതൊരു ഹൈവേ ആയിട്ടാണ് നമ്മൾ പറയുക. അതായത് ഹൈവേ എന്ന് പറയുമ്പോൾ എന്താണ്? ആക്ച്വലി ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാവലിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു റോഡാണ്. ഇവിടെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിൻറ്റ്സ് എവിടെയൊക്കെയായിരിക്കും അലൗഡ് ആയിട്ടുള്ളത്? അത് സ്പെസിഫിക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർചേഞ്ചുകളിൽ മാത്രമേ അലൗഡ് ആയിട്ടുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇതിലെ പോകുന്ന വെഹിക്കിൾസിന് പ്രോപ്പർട്ടിയിലേക്കൊക്കെ ഡയറക്റ്റ് ആക്സസ് ഉണ്ടാവാറില്ല. പിന്നെ സേഫും അതേപോലെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക് ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈവേസ് അല്ലെങ്കിൽ ഫ്രീ വേ ഡിസൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പാർക്ക് ആൻഡ് റോഡ്. പാർക്കിൻ്റെയും റോഡിൻ്റെയും കോമ്പിനേഷൻ എന്നറിയപ്പെടുന്നത് പാർക്ക് വേ ആണ്. പാർക്ക് വേ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഒരു സീനറി ഒക്കെ ഉള്ളൊരു റോഡാണ്, അല്ലെങ്കിൽ ഒരു ഹൈവേ എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് പ്രൈമറിലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കൊരു പ്ലെഷർ ഡ്രൈവിങ്, അതായത് സീനറി എല്ലാം കണ്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം എന്നുള്ളൊരു പർപ്പസാണ് ഇതിന്. ഇത് പാർക്കിനിടയിലൂടെയോ അല്ലെങ്കിൽ ഗ്രീൻ ബെൽറ്റ്സോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ഏരിയാസിലൂടെയൊക്കെയാണ് ഇത് മെയിനായിട്ട് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മെൻ ബൈ കവറേജ്? കവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കവറേജ് അല്ലെങ്കിൽ പ്ലോട്ട് കവറേജ് എന്ന് പറയുന്നത് ദ പെർസെൻറ്റേജ് ഓഫ് എ പ്ലോട്ട് ഓഫ് ലാൻഡ് ദാറ്റ് ഈസ് ഒക്യുപ്പൈഡ് ബൈ ബിൽഡിംഗ് ഓർ സ്ട്രക്ചർ മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു ദ ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു ടോട്ടൽ പ്ലോട്ട് ഏരിയയിൽ ബിൽഡിങ്ങിൻ്റെ ഏരിയ അല്ലെങ്കിൽ ബിൽഡിംഗ് എത്രമാത്രം കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഏരിയ, അതിനെ പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് കവറേജ്. ഇവിടെ ആ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ബിൽഡപ്പ് ഏരിയ ബൈ ടോട്ടൽ പ്ലോട്ട് ഏരിയ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കവറേജ് കിട്ടും. അപ്പോൾ ആ ഇക്വേഷനും അതേപോലെ ആ ഡെഫിനേഷനും നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ:
The line on the land up to which the lowest water line reaches during spring tide is called what? അതായത് സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുമ്പോൾ വേലിയേറ്റം വേലിയിറക്കം ആ ഒരു പ്രക്രിയനെയാണ് സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈമിൽ ലോവസ്റ്റ് വാട്ടർ ലൈൻ വരുന്ന ആ ഒരു ലൈനുണ്ട് ലാൻഡിൽ കാണുന്നൊരു ലോവസ്റ്റ് വാട്ടർ ലൈൻ, അതായത് വേലി ഇറക്കത്തിൻ്റെ ടൈമിൽ ആ വാട്ടർ എത്രമാത്രം താഴ്ചയിലേക്ക് പോകുന്നു ആ ഒരു ലൈൻ അവിടെ മാർക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിനെന്താണ് പറയുന്നത്? അത് ലോ വാട്ടർ മാർക്ക് അല്ലെങ്കിൽ ലോ ടൈഡ് ലൈനാണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഏറ്റവും മാക്സിമം വാട്ടർ കയറുന്ന ആ ഒരു ലൈനിൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ അതിന് നമുക്ക് മീൻ ഹൈ വാട്ടർ അല്ലെങ്കിൽ മീൻ ടൈഡ് ലൈൻ, മാക്സിമം ടൈഡ് ലൈൻ എന്നൊക്കെ പറയാം. ഓക്കെ, അതായത് ലോവസ്റ്റ് വാട്ടർ ലെവൽ വരുന്ന ആ ഒരു ലൈൻ ഉണ്ടാവും, ആ ഒരു ഏരിയ ഉണ്ടാവും, അവിടെ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത് ലോ ടൈഡ് ലൈനാണ്. മാക്സിമം വാട്ടർ ലെവൽ റീച്ച് ചെയ്യുന്ന ആ ഒരു ലൈനാണെങ്കിൽ അത് മാക്സിമം ടൈഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്ലം. സ്ലം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, സ്ലം എന്ന് പറയുമ്പോൾ വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒരുപാട് ജനസാന്ദ്രത കൂടിയ, അതേപോലെ തന്നെ പുവർലി ബിൽറ്റ് റെസിഡൻഷ്യൽ ഏരിയ. അവർക്ക് എന്താണ്, റെസിഡൻഷ്യൽ ഏരിയാസൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ് പോലും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. ഇനാഡിക്വേറ്റ് ഹൗസിംഗ് ആണ്, അതേപോലെ തന്നെ ബേസിക് സർവീസസ്, അതായത് ക്ലീൻ വാട്ടർ, സാനിറ്റേഷൻ, ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊന്നും ആക്സസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു കമ്മ്യൂണിറ്റീനെയാണ് സ്ലം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ഡൽഹി ഓർഡർ ഡിവൈസ്ഡ് ബൈ എഡ്വിൻ ലൂട്ടൻസ്. എഡ്വിൻ ലൂട്ടൻസ് ഡിസൈൻ ചെയ്ത ഡൽഹി ഓർഡർ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി എഡ്വിൻ ലൂട്ടൻസ് റെഫർ ചെയ്തിരിക്കുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് കോളമാണ്. ഇവിടെ ഈ ഫിഗർ കാണിച്ചിട്ടുണ്ട്, ഇതൊരു കോളമാണ്. ഇത് ഈ എഡ്വിൻ ലൂട്ടൻസ് ആൾ ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരം യുണീക്ക് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. ഇത് സ്പെസിഫിക്കലി ന്യൂഡൽഹിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സിലൊക്കെ കാണുന്നതാണ്. ഇത് ആക്ച്വലി ഡിസൈൻ ചെയ്തത് ഏർലി 20th സെഞ്ച്വറിയിലാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനിനെ പ്രത്യേകമായി പറയുന്ന പേരാണ് ഡൽഹി ഓർഡർ ദാറ്റ് ഈസ് ഡിവൈസ്ഡ് ബൈ സർ എഡ്വിൻ ലൂട്ടൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ഹഡ്കോ. ഹഡ്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതാണ് ഹഡ്കോ. അപ്പോൾ ഈ ഹഡ്കോ എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവാണ്. ഇത് ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസാണ് ഓൺ ചെയ്തിരിക്കുന്നത് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയേഴ്സ്. അപ്പോൾ ഈ ഹഡ്കോ എന്ന് പറയുന്നത് ഇവർ ഒരു ലോങ് ടേം ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യും. എന്തിനൊക്കെയാണ്? ഹൗസിംഗ് പ്രോജക്റ്റുകൾക്ക്. അതായത് മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്നത് ലോവർ ഇൻകം, അതേപോലെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരെയാണ്. പിന്നെ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അർബൻ ഏരിയാസിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഇവർ ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതായത് വാട്ടർ സപ്ലൈ, റോഡ്, സീവേജ്, ഡ്രെയിനേജ് പോലുള്ള കാര്യങ്ങൾക്ക്. പിന്നെ ഒരു ടൗൺഷിപ്പ് പ്ലാനിങ്ങിനും അതേപോലെ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റും. പിന്നെ മാത്രമല്ല, ഇതൊന്നും കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രോജക്ട്സും പബ്ലിക് ഏജൻസീസിൻ്റെയും ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഹഡ്കോ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്ക് ക്വസ്റ്റ്യൻസിലും ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് പാർട്ട് ബിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പാർട്ട് എയിൽ 9 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. അപ്പോൾ ആ മാർക്കിനനുസരിച്ചുള്ളത് മാത്രം എഴുതിയാൽ മതി. ഇനി പാർട്ട് ബിയിലേക്ക് വരുമ്പം നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും 8 ആൻസർ ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യന് 3 മാർക്സാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ പെരി അർബൻ ഏരിയ, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് പെരി അർബൻ ഏരിയ. പെരി അർബൻ ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ 2 ഫീച്ചേഴ്സാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പെരി അർബൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ട്രാൻസിഷൻ സോണാണ്. അതായത് അർബൻ ഏരിയയ്ക്കും റൂറൽ ഏരിയയ്ക്കും ഇടയിലുള്ള ഒരു സോണാണ്. ഒരു ട്രാൻസിഷൻ സോണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ബോത്ത് റൂറൽ ഏരിയയിലും അതേപോലെ തന്നെ അർബൻ ഏരിയയിലും ലാൻഡ് യൂസസ് മിക്സ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, അതേപോലെ ഇൻട്രാക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഈ ഏരിയ എന്ന് പറയുന്ന ഒരു സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലാണ്
എപ്പോഴും ഉണ്ടാവുക. ഇവിടെ പെട്ടെന്ന് റാപ്പിഡ് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം എന്താണ്, ഈ സിറ്റി അല്ലെങ്കിൽ അർബൻ ഏരിയ എക്സ്പാൻഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് റാപ്പിഡായിട്ടുള്ള ചേഞ്ചസ് ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ മിക്സഡ് ലാൻഡ് യൂസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് റൂറൽ ഏരിയാസിൽ നിന്നുള്ള അഗ്രികൾച്ചറൽ ലാൻഡും അതേപോലെ റെസിഡൻഷ്യൽ കോളനീസ്, പിന്നെ സ്മോൾ ഇൻഡസ്ട്രീസ്, വേക്കൻറ്റ് ലാൻഡ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ലാൻഡ് യൂസാണ്. രണ്ട് റൂറൽ ഏരിയാസിലെയും അർബൻ ഏരിയാസിലെയും ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ടാവും. പിന്നെ റാപ്പിഡ് അർബനൈസേഷനാണ്, അതായത് പെട്ടെന്ന് ഗ്രോത്ത് സംഭവിക്കും, അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷനും ഉണ്ടാവും. കാരണം നിയർ ബൈ ടൗൺസ് ആൻഡ് സിറ്റീസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒരു അർബൻ ഏരിയയുടെ ഔട്ട്സ്കേർട്സിൽ കാണിച്ചിട്ടുള്ളതാണ് പെരിയ അർബൻ ഏരിയ. ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എന്യൂമറേറ്റ് എനി 3 ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസിറ്റ് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റ്. ട്രാൻസിറ്റ് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ട്രാൻസിറ്റ് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. It is an urban development model that focuses on creating walkable, mixed-use communities within walking distance, typically 400 to 800 meters of public transit stations to reduce car dependency and improve accessibility. അപ്പോൾ ട്രാൻസിറ്റ് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ആൾക്കാർ ആക്സസിബിൾ ആവുന്ന രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്. മാത്രമല്ല ഇതിന് വേറൊരു വശം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പ്രൈവറ്റ് ഓൺഡ് വെഹിക്കിൾസിൻ്റെ ഡിപ്പെൻഡൻസി കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇവിടെ ഇത് ആക്ച്വലി ഒരു അർബൻ ഡെവലപ്മെൻറ്റ് മോഡലാണ്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വാക്കബിളായിട്ടും അതേപോലെ തന്നെ മിക്സഡ് യൂസ് കമ്മ്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ എല്ലാം ആക്സസിബിൾ ആവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് 400 to 800 മീറ്റേഴ്സ് വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റണം. അതും പബ്ലിക് ട്രാൻസിറ്റ് സ്റ്റേഷൻസിൻ്റെ യൂസേജ് കൊണ്ട്, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം ആക്സസിബിൾ ആവണം. അപ്പോൾ ഇവിടെ കാർ ഡിപ്പെൻഡൻസി കുറയും, അതേപോലെ തന്നെ ആക്സസിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ട്രാഫിക് കൺജഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം പ്രൈവറ്റ് ഓൺഡ് വെഹിക്കിൾസിൻ്റെ ഡിപ്പെൻഡൻസി കുറയുന്നതുകൊണ്ട്. കാരണം ആൾക്കാർ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യും, വാക്കിങ്, സൈക്ലിങ് അതേപോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദിസ് ഡിക്രീസസ് ദ ഡിപ്പെൻഡൻസി ഓൺ പ്രൈവറ്റ് വെഹിക്കിൾസ്. പിന്നെ പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് ഫ്യൂവൽ കൺസപ്ഷൻ കുറയ്ക്കും. അതേപോലെ തന്നെ എന്താണ്, എയർ പൊല്യൂഷൻ, കാർബൺ എമിഷൻ കാര്യങ്ങളെല്ലാം കുറയും. സിറ്റി കുറച്ചും കൂടെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആവും. പിന്നെ ഇംപ്രൂവ്സ് ആക്സസിബിലിറ്റി ആൻഡ് ലിവബിലിറ്റി, അതായത് വളരെ കോമ്പാക്റ്റ് ആയിട്ടും അതേപോലെ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമുക്ക് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ജോബ് പ്ലേസസിലേക്ക് ആക്സസ് ചെയ്യാം. സർവീസസ്, സ്കൂൾസ്, പാർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ടോ, 8 ലീവ് അഫോർഡബിൾ അപ്പാർട്ട്മെൻറ്റ്, 8-10 ചൈൽഡ് ഡ്രോപ്പ് ഓഫ് അറ്റ് ഡേ കെയർ, 8-15 ലോണ്ട്രി ഡ്രോപ്പ് ഓഫ്, 8-20 മോർണിംഗ് കോഫി ഓർ ടീ. ഒക്കെ വളരെ ടൈം കൺസംഷൻ കുറയും. കാരണം പ്രൈവറ്റ് വെഹിക്കിൾസ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല, പബ്ലിക് ട്രാൻസിറ്റ് സിസ്റ്റമാണ് അധികം യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ത്രൂ റോഡ് ആൻഡ് ബൈപ്പാസ് റോഡ്. ത്രൂ റോഡും ബൈപ്പാസ് റോഡും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡിഫറൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ത്രൂ റോഡിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ റോഡ് ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് എ സിറ്റി ഓർ ടൗൺ. ഒരു സിറ്റി ഓർ ടൗണിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന റോഡാണ് ത്രൂ റോഡ്. അപ്പോൾ ബൈപ്പാസ് റോഡ് എന്തായിരിക്കും? എ റോഡ് ബിൽഡ് ഔട്ട്സൈഡ് ഓർ അറൗണ്ട് എ സിറ്റി ടു ഡൈവേർട്ട് ട്രാഫിക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു സിറ്റിയുടെ പുറത്തോ അല്ലെങ്കിൽ ചുറ്റും ആയിട്ട് നമ്മൾ കൊടുക്കുന്ന റോഡാണ് ബൈപ്പാസ് റോഡ്. ഇനി ഒരു ത്രൂ റോഡിൻ്റെ പർപ്പസ് എന്താണ്? ഒരു സിറ്റിയുടെ ഡിഫറെൻറ്റ് പാർട്സിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ, അല്ലേ? അവിടെ മൂവ്മെൻറ്റ് നടക്കണം. അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രൂ റോഡ് കൊടുക്കുന്നത്. അപ്പോൾ ബൈപ്പാസ് റോഡാണെങ്കിലോ സിറ്റി ട്രാഫിക് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. കാരണം ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ പോകുന്ന ഈ ത്രൂ റോഡിന് നമ്മൾ എന്താ പറയുക, അപ്പോൾ മുന്നിൽ എന്തെങ്കിലും ഒരു ട്രാഫിക് കൺജഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു
കൂടുതൽ ആക്ടിവിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് സെൻറ്റർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ട്രാഫിക് കൺജഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ബൈപ്പാസ് റോഡ് കൊടുക്കും. ഇനി ട്രാഫിക് ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ ലോക്കൽ പ്ലസ് ത്രൂ ട്രാഫിക് ആണ്. ബൈപ്പാസ് റോഡിലാണെങ്കിൽ മെയിൻലി ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസ് ആണ്. ഇനി ത്രൂ റോഡിൻ്റെ കൺജഷൻ ലെവൽ എങ്ങനെയായിരിക്കും? യൂഷ്വലി ഹൈ ട്രാഫിക് കൺജഷൻ ആയിരിക്കും. ബൈപ്പാസ് റോഡാണെങ്കിൽ റെഡ്യൂസസ് കൺജഷൻ ഇൻ ദ സിറ്റി. ഇവിടെ ഈ ഫിഗർ കാണിച്ചിട്ടുണ്ട്, ത്രൂ റോഡും ആൻഡ് ബൈപ്പാസ് റോഡും. അടുത്ത ക്വസ്റ്റ്യൻ, എൻലിസ്റ്റ് ദ ടൈപ്സ് ഓഫ് റിക്രിയേഷൻ, ലിസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഈച്ച്. റിക്രിയേഷൻ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് റിക്രിയേഷൻസ് വരുന്നുണ്ട്. അതിൽ 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ അതനുസരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഞാനൊന്ന് വായിക്കാം. ആക്റ്റീവ് റിക്രിയേഷൻ, സ്വിമ്മിങ്, ജോഗിങ്, സൈക്ലിംഗ്, ഫുട്ബോൾ, യോഗ എക്സെട്ര. ആക്റ്റീവ് റിക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫിസിക്കൽ ആക്റ്റീവ്നെസ് കാണിച്ചിട്ടുള്ള റിക്രിയേഷൻ കാര്യങ്ങളാണ്. പാസീവ് റിക്രിയേഷൻ എന്താണ്? റീഡിങ്, പെയിൻറ്റിങ്, ബേർഡ് വാച്ചിങ്, പിന്നെ വാച്ചിങ് മൂവീസ്, അതൊക്കെ പാസീവ് റിക്രിയേഷനാണ്. അതായത് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇനി ഇൻഡോർ റിക്രിയേഷൻ. ഇൻഡോർ റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഈ ടേബിൾ ടെന്നീസ്, ചെസ്സ്, ക്യാരം, അതായത് നമ്മൾ അകത്തിരുന്ന് പെർഫോം ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ഔട്ട്ഡോർ ആകുമ്പോൾ എന്തൊക്കെയാണ്? ക്യാമ്പിങ്, ട്രെക്കിങ്, ഫിഷിങ്, ഗാർഡനിങ് ഒക്കെ പറയും. പിന്നെ സോഷ്യൽ റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഫാമിലി പിക്നിക്സ്, കമ്മ്യൂണിറ്റി ഫെയേഴ്സ്, പാർട്ടീസ്, ഫെസ്റ്റിവൽസ് ഒക്കെ സോഷ്യൽ റിക്രിയേഷൻ. കാരണം സോഷ്യലി നമ്മളെല്ലാവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാണ്. കൾച്ചറൽ റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഫോക്ക് ഡാൻസ്, മ്യൂസിയം വിസിറ്റ്, മ്യൂസിക് കൺസേർട്ട്, തിയേറ്റർ ഒക്കെ പറയാം. പിന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളതുണ്ട്. അതിലാണ് ഈ റോക്ക് ക്ലൈമ്പിംഗ്, പാരാഗ്ലൈഡിങ്, റാഫ്റ്റിംഗ്. എഡ്യൂക്കേഷണൽ റിക്രിയേഷൻ വരുമ്പോൾ എന്താണ്? സയൻസ് പാർക്ക്, ഹോബി ക്ലാസ്സസ്, സൂ വിസിറ്റ്, ഹെറിറ്റേജ് വാക്കൊക്കെ പറയാം. തെറപ്പോട്ടിക് റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് തെറപ്പി കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി, യോഗ, നേച്ചർ വാക്സ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതിലൊരു 5-6 നമ്പേഴ്സ് പഠിച്ച് വയ്ക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. 5th question, what is meant by regulatory road sign? Give 2 examples. Regulatory road sign എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ 2 എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. A regulatory road sign is a traffic sign used to inform road users of traffic laws and regulations that must be obeyed. These signs help control traffic flow and ensure road safety. അതായത് ട്രാഫിക് ഫ്ലോ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ റോഡ് സേഫ്റ്റി എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാവരും വെഹിക്കിൾ യൂസേഴ്സ് മസ്റ്റായിട്ട് ഒബേ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് റെഗുലേറ്ററി റോഡ് സൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്കറിയാം. നോ പാർക്കിംഗ്, സ്പീഡ് ലിമിറ്റൊക്കെ നമ്മൾ എന്താണ് പെർഫെക്റ്റായിട്ട് ഒബേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ട്രാഫിക് സൈൻസിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈസി ആയിട്ടുള്ള 1-2 സൈൻസ് വരച്ച് പഠിക്കുക. അത് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എക്സാമിന് വരച്ച് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ കീ മാപ്പ്? കീ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കീ മാപ്പ് ഇസ് എ മിനിയേച്ചർ മാപ്പ് ദാറ്റ് പ്രൊവൈഡ്സ് ആൻ ഓവർവ്യൂ ഓഫ് വേർ ദ മെയിൻ മാപ്പ് ഏരിയ ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ എ ലാർജർ റീജിയൻ, സ്റ്റേറ്റ് ഓർ കൺട്രി. കീ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ഒരു ടൗൺ അല്ലെങ്കിൽ സിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ വ്യൂ ഉള്ളൊരു മാപ്പാണ്. അതായത് ഇതെന്ന് പറയുമ്പോൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് സ്മോൾ സ്കെയിൽ മാപ്പായിരിക്കും. അതായത് ഒരു ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അതും ഒരു ലാർജർ ഏരിയയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ലൊക്കേഷൻ ഇതാക്കി, അതായത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ട്. അപ്പോൾ ഇത് ആൾക്കാർക്ക് നോക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് എന്താണ് ഡീറ്റെയിൽഡ് ഏരിയ അവർക്ക് പെട്ടെന്ന് ഒരു ബ്രോഡർ കണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കീ മാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സൈറ്റോ ടൗണോ നെയ്ബർഹുഡോ എന്തിൻ്റെയെങ്കിലും ഒരു ജനറൽ ഓവർവ്യൂ നമുക്കൊരു വൈഡർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഷോസ് ദ ലൊക്കേഷൻ ഓഫ് ദ മെയിൻ മാപ്പ് റിലേറ്റീവ് ടു സറൗണ്ടിങ് ഏരിയാസ്. നമ്മൾ ഏത് ലൊക്കേഷൻ ഏരിയ ആണോ ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ ഏത് മെയിൻ മാപ്പാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ലൊക്കേഷൻ എന്താണ് സറൗണ്ടിങ് ഏരിയാസ് ആയിട്ട് റിലേറ്റീവ് ചെയ്ത് കാണിക്കും.
പിന്നെ ഹെൽപ്സ് യൂസേഴ്സ് ഓറിയൻറ്റ് ദംസെൽസ് ക്വിക്ക്ലി, യൂഷ്വലി സ്മോൾ ആൻഡ് സിമ്പിൾ വിത്ത് മിനിമൽ ഡീറ്റെയിൽ. വളരെ മിനിമലായിട്ടുള്ള ഡീറ്റെയിൽ ആണ്, മാത്രമല്ല സ്മോൾ ആൻഡ് സിമ്പിൾ ആയിരിക്കും. ആൾക്കാർക്ക് പെട്ടെന്ന് ക്വിക്ക്ലി അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കീ മാപ്പ് ഉണ്ടാവുക. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എൻലിസ്റ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് രാജ്പത്ത് ഡൽഹി. ഡൽഹിയിലെ രാജ്പത്തിൻ്റെ എന്തെങ്കിലും 3 ഫീച്ചേഴ്സാണ് ചോദിച്ചിട്ടുള്ളത്. വൈഡ് ആൻഡ് ഗ്രാൻഡ് അവന്യൂ. രാജ്പത്ത് ഇസ് എ ബ്രോഡ് സെറമോണിയൽ ബോൾവാർഡ് സ്ട്രെച്ചിങ് ഫ്രം രാഷ്ട്രപതി ഭവൻ ടു ഇന്ത്യ ഗേറ്റ്, ലൈൻഡ് വിത്ത് ലോൺസ്, ട്രീസ് ആൻഡ് ഫൗണ്ടെയിൻസ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇന്ത്യ ഗേറ്റിലേക്കുള്ള സ്ട്രെച്ച് ചെയ്യുന്ന ഒരു ബ്രോഡായിട്ടുള്ള സെറമോണിയൽ ബോൾവാർഡാണത്. മാത്രമല്ല ഇതെന്താണ്, 2 സൈഡിലും ലോൺസും ട്രീസും ഫൗണ്ടെയിൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്സിസ് ഓഫ് ഗവൺമെൻറ് ബിൽഡിങ്സ്, അതായത് പാർലമെൻറ്റ് ഹൗസ്, സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആൻഡ് അതർ ഗവൺമെൻറ് ഓഫീസസ് എല്ലാം എന്താണ് ഫോം ചെയ്തിട്ടുള്ള ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഓഫ് ന്യൂഡൽഹി എന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം. അതേപോലെ തന്നെ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് വെന്യൂ ഫോർ സെറമോണിയൽ ഇവൻറ്റ്സ് ആണ്. എസ്പെഷ്യലി റിപ്പബ്ലിക് ഡേ പരേഡ്, നാഷണൽ സെലിബ്രേഷൻ, സ്റ്റേറ്റ് സെറമണീസ് കാര്യങ്ങളൊക്കെ എന്താണ് ഒരു നാഷണൽ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ സിംബലൈസ് ചെയ്ത് ഹോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് 7 V's ഓഫ് ചണ്ഡീഗഡ് പ്ലാനിങ്. ചണ്ഡീഗഡ് പ്ലാനിങ്ങിൻ്റെ 7 V's എന്തൊക്കെയാണെന്നുള്ള ആ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ 7 V's എന്ന് പറയുന്നത് റോഡിൻ്റെ ഹയറാർക്കിയാണ്. ദ റോഡ്സ് ഓഫ് ദ സിറ്റി ആർ ക്ലാസിഫൈഡ് ഇൻ ടു 7 categories known as the system of 7 V's as below. അതായത് ചണ്ഡീഗഡ് സിറ്റിയിൽ റൂട്ട്സിനെ നമ്മൾ 7 V's എന്നുള്ളൊരു ഹയറാർക്കിയൽ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. V1 എന്ന് പറയുന്നത് ഫാസ്റ്റ് റോഡ്സ് കണക്റ്റിംഗ് ചണ്ഡീഗഡ് ടു അതർ ടൗൺസ്. V1 എന്ന് പറയുന്നത് ഫാസ്റ്റ് റോഡ്സ് ആണ്, അതായത് ചണ്ഡീഗഡ് സിറ്റീനെ ബാക്കിയുള്ള ടൗൺസുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡ്. V2 എന്ന് പറയുന്നത് ആർട്ടീരിയൽ റോഡാണ്. പിന്നെ V3 എന്ന് പറയുന്നത് എന്താണ്, V3 എന്ന് പറയുന്നത് ഫാസ്റ്റ് വെഹിക്കുലാർ റോഡ്സാണ്. പിന്നെ V4 എന്ന് പറയുന്നത് മിയാൻഡറിങ് ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് ആണ്. V5 സെക്ടർ സർക്കുലേഷൻ റോഡ്. V6 ആക്സസ് റോഡ്സ് ടു ഹൗസസ്. V7 ഫുട് പാത്ത്സ് ആൻഡ് സൈക്കിൾ ട്രാക്സ്. ഓക്കെ, അപ്പോൾ V1 എന്ന് പറയുന്നത് ഫാസ്റ്റ് റോഡ്സ് ആണ്, അതായത് ചണ്ഡീഗഡ് സിറ്റീനെ ബാക്കിയുള്ള ടൗൺസുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡ്. V2 എന്ന് പറയുമ്പോൾ ആർട്ടീരിയൽ റോഡാണ്. ആർട്ടീരിയൽ റോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഹൈ ട്രാഫിക് കപ്പാസിറ്റി ഉള്ള റോഡാണ് അല്ലേ, അതായത് മേജർ റോഡാണ്. ലാർജ് വോളിയം ഓഫ് ട്രാഫിക്കിന് ഒരു സിറ്റിയിൽ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന റോഡാണ്. പിന്നെ V3 എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് വെഹിക്കുലാർ റോഡ്. V4 എന്ന് പറയുമ്പോൾ ഷോപ്പിംഗ് സ്ട്രീറ്റ്സ് വരുന്നത്. V5 എന്ന് പറയുമ്പോൾ സെക്ടർ സർക്കുലേഷൻ റോഡ്. V6 ആക്സസ് റോഡ്സ് ടു ഹൗസസ്. V7 ഫുട് പാത്ത്സ് ആൻഡ് സൈക്കിൾ ട്രാക്സ്. അപ്പോൾ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. 9th question, enumerate the advantages of semi detached houses. സെമി ഡിറ്റാച്ച്ഡ് ഹൗസസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഷെയർസ് ഓൺലി 1 wall with the neighboring house, offering better privacy than row houses. ഒരു വാള് മാത്രമേ നെയ്ബറിങ് ഹൗസായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ എന്താണ് പ്രൈവസി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ലെസ് എക്സ്പെൻസീവ് ദാൻ ഫുള്ളി ഡിറ്റാച്ച്ഡ് ഹൗസ് ആസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആർ പാർഷ്യലി ഷെയർഡ്. സെമി ഡിറ്റാച്ച്ഡ് ആണല്ലേ, അതായത് അപ്പുറത്ത് ഒരെണ്ണമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ലെസ് എക്സ്പെൻസീവ് ആണ്, കാരണം കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പാർഷ്യലി ഷെയർ ചെയ്യാം. പിന്നെ സേവ്സ് ലാൻഡ് സ്പേസ് വൈൽ സ്റ്റിൽ പ്രൊവൈഡിങ് എ പ്രൈവറ്റ് ഗാർഡൻ ഓർ യാർഡ്. ലാൻഡ് സ്പേസ് കുറച്ചും കൂടെ സേവ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ അവർക്ക് എന്താണ് ഒരു പ്രൈവറ്റ് ഗാർഡൻ അല്ലെങ്കിൽ യാർഡ് അവിടെ കൊടുക്കാം. മോർ വിൻഡോസ് ഓൺ എക്സ്പോസ്ഡ് സൈറ്റ്സ് അലോ ബെറ്റർ സൺലൈറ്റ് ആൻഡ് വെന്റിലേഷൻ. എക്സ്പോസ്ഡ് ആയിട്ടുള്ള സൈഡിൽ എന്താണ് വിൻഡോസും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുമ്പോൾ ബെറ്റർ സൺലൈറ്റും വെന്റിലേഷനും കിട്ടും. ക്ലോസ് പ്രോക്സിമിറ്റി ടു നെയ്ബേഴ്സ് എൻകറേജ് സോഷ്യൽ ഇൻട്രാക്ഷൻ വിത്തൗട്ട് സാക്രിഫൈസിങ് മച്ച് പ്രൈവസി. നെയ്ബേഴ്സുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും കാര്യങ്ങളും സോഷ്യൽ ഇൻട്രാക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ എന്താണ് കുറച്ചും കൂടി പ്രൈവസി നമ്മളവിടെ സാക്രിഫൈസ് ചെയ്യണം, ബട്ട് സ്റ്റിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ അവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ക്യാൻ ബി കസ്റ്റമൈസ്ഡ് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി വൈൽ മെയിൻറ്റെയിനിങ് നെയ്ബർഹുഡ് യൂണിഫോമിറ്റി. പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം അവിടെ എന്താണ് ഇൻറ്റേർണലി എക്സ്റ്റേർണലി ഒക്കെ കസ്റ്റമൈസേഷൻ കാര്യങ്ങൾ നടത്താം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് NHB?
NHP എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൗസിംഗ് പോളിസിയാണ്. അതിൻ്റെ എയിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊവിഷൻ ഓഫ് അഫോർഡബിൾ ഹൗസിംഗ്. എൻഷുർ ഹൗസിംഗ് ഫോർ ഓൾ ഇൻകം ഗ്രൂപ്പ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ലോ ഇൻകം ആൻഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അതായത് എല്ലാ ഇൻകം ഗ്രൂപ്പുകാർക്കും ഹൗസിംഗ് അല്ലെങ്കിൽ ഹൗസ് പ്രൊവൈഡ് ചെയ്യുക, ബട്ട് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ലോവർ ഇൻകം ഗ്രൂപ്പ് അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. പിന്നെ എക്സിസ്റ്റിംഗ് ആയി കിടക്കുന്ന സ്ലം ഏരിയാസ് അപ്ഗ്രേഡ് ചെയ്യുക, മാത്രമല്ല അവർക്ക് ബേസിക് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, വാട്ടർ, സാനിറ്റേഷൻ, ഇലക്ട്രിസിറ്റി എല്ലാം. പിന്നെ ഹൗസിംഗ് ലോൺസ് ആക്സസ് ചെയ്യാൻ പറ്റുക, ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. എന്തിനൊക്കെയാണ്? ഈ വീട് കൺസ്ട്രക്ഷനും അതേപോലെ അതിൻ്റെ മെറ്റീരിയൽ പർച്ചേസിന് കാര്യങ്ങൾക്കെല്ലാം. പിന്നെ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക, ബോത്ത് അർബൻ ആൻഡ് റൂറൽ ഏരിയാസിൽ. പിന്നെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം എൻകറേജ് ചെയ്യുക. അപ്പോൾ എന്താണ്? കൂടുതൽ ഇൻസെൻറ്റീവ്സും പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ എക്കോ ഫ്രണ്ട്ലി ബിൽഡിംഗ് മെറ്റീരിയൽസ് അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ബേസിക് കമ്മ്യൂണിറ്റീസ് കൊടുക്കുക, ഓപ്പൺ സ്പേസസ് കൊടുക്കുക, കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് എല്ലാ കാര്യങ്ങളും എൻകറേജ് ചെയ്യുക. അതായത് സോഷ്യൽ ഇൻട്രാക്ഷൻ വരുന്ന രീതിയിൽ കൊടുക്കുക. അത്രയാണ് നാഷണൽ ഹൗസിംഗ് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള കുറച്ച് പോയിൻറ്റ്സ് 4-5 പോയിൻറ്റ്സ് പഠിച്ച് വെച്ചിട്ട് 3 മാർക്കിന് അതിനനുസരിച്ച് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് സിയിൽ നമുക്ക് 1 2 3 4 5 6 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 7 മാർക്സ്. പിന്നെ ഓരോ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ നെയ്ബർഹുഡ് പ്ലാനിങ്? എക്സ്പ്ലെയിൻ ദ പ്ലാനിങ് പ്രിൻസിപ്പിൾസ് ഓഫ് എ നെയ്ബർഹുഡ് യൂണിറ്റ്. ഒരു നെയ്ബർഹുഡ് പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? അതേപോലെ തന്നെ നെയ്ബർഹുഡ് പ്ലാനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആൻസർ വായിക്കാം. നെയ്ബർഹുഡ് പ്ലാനിങ് റെഫേഴ്സ് to the process of designing and organizing a neighborhood as a self-contained, functional and livable unit within a city. It focuses on creating residential areas that provide residents with safety, convenience, social interaction and access to essential services. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നെയ്ബർഹുഡ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു പ്രോസസ്സാണ്. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്? ഡിസൈനിങ്ങും അതേപോലെ തന്നെ ഓർഗനൈസിങ്ങും. ഒരു നെയ്ബർഹുഡിനെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക. അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്? സെൽഫ് കണ്ടെയ്ൻഡ്, ഫങ്ഷണൽ ആൻഡ് ലിവബിൾ യൂണിറ്റ്. അതായത് ഒരു സിറ്റിയിൽ തന്നെ സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ട്. സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഓൺ ഇറ്റ്സ് ഓൺ. അതായത് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അവർക്കൊരു ഔട്ട്സൈഡ് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നിനും വേണ്ടിയിട്ട്. അപ്പോൾ സെൽഫ് കണ്ടെയ്ൻഡും ഫങ്ഷണലും അതേപോലെ ലിവബിൾ യൂണിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിവബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഗുഡ് ഇനഫ് ആയിട്ടുള്ള ഒരു സ്പേസ്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും സെൽഫ് കണ്ടെയ്ൻഡും ഫങ്ഷണലും അതേപോലെ ലിവബിൾ യൂണിറ്റായിട്ടും ഡിസൈനും ഓർഗനൈസും ചെയ്യുന്ന ആ ഒരു നെയ്ബർഹുഡ് യൂണിറ്റിനെയാണ് നമ്മൾ നെയ്ബർഹുഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? റെസിഡൻഷ്യൽ ഏരിയാസിനെ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അവിടെ ജീവിക്കുന്ന റെസിഡൻസിൻ്റെ സേഫ്റ്റി, അവരുടെ കൺവീനിയൻസ്, സോഷ്യൽ ഇൻട്രാക്ഷൻ, പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സർവീസസും ആക്സസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാനിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ഒരു നെയ്ബർഹുഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു സ്പെസിഫിക് പോപ്പുലേഷൻ സൈസ് നമ്മൾ എടുക്കാറുണ്ട്. യൂഷ്വലി 2500 to 5000 പീപ്പിൾ എന്ന കണക്കിലാണ് നമ്മൾ ആ പോപ്പുലേഷൻ സൈസ് എടുക്കാറുള്ളത്. പിന്നെ ഇവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഡിഫൈൻഡ് ബൗണ്ടറീസ് കൊടുക്കാറുണ്ട്. അതായത് ആ ബൗണ്ടറീസ് ഒന്നെങ്കിൽ മേജർ റോഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നേച്ചുറൽ ഫീച്ചേഴ്സ് ആവാം. കാരണം സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ റെസിഡൻഷ്യൽ ഏരിയാസ് ഷുഡ് ബി അറേഞ്ച്ഡ് സോ ദാറ്റ് ദ ലോക്കൽ സ്ട്രീറ്റ്സ് ഡിസ്കറേജ് ത്രൂ ട്രാഫിക്, എൻഹാൻസിങ് സേഫ്റ്റി ആൻഡ് റെഡ്യൂസിങ് കൺജഷൻ. റെസിഡൻഷ്യൽ ഏരിയാസിനെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അവരുടെ സേഫ്റ്റി എൻഹാൻസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ കൺജഷൻ കുറച്ചുകൊണ്ടുമാണ് അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ
ഒരു സെൻട്രൽ ലൊക്കേഷൻ, ഒരു നെയ്ബർഹുഡ് യൂണിറ്റ്, ഒരു സെൻട്രൽ ലൊക്കേഷൻ, ഒരു നെയ്ബർഹുഡ് സ്കൂളാണ് റിസർവ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. കാരണം എന്താണ്, അവിടെ ഉള്ള റെസിഡൻസിലെ ചിൽഡ്രന് ഈസിലി ഫുഡ് ആക്സസിബിൾ ആയിട്ട് ഒരു സെൻട്രൽ പൊസിഷനിൽ നമ്മൾ നെയ്ബർഹുഡ് സ്കൂളാണ് കൊടുക്കുന്നത്. പിന്നെ ലോക്കൽ പാർക്സും ഓപ്പൺ സ്പേസസും ഒക്കെ നമ്മൾ വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ കൊടുക്കാറുണ്ട്. എന്തിനാണ്? റിക്രിയേഷൻ പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷന് വേണ്ടിയിട്ടും. റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലേ, അത് ഫണ്ണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിലാക്സേഷൻ പർപ്പസിന്, എൻജോയ്മെൻറ്റിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഫ്രീ ടൈമിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് റിക്രിയേഷൻ. അതേപോലെ കൺവീനിയൻസ് ഫെസിലിറ്റീസ്, അതായത് ഷോപ്പ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നെയ്ബർഹുഡിൻ്റെ എഡ്ജിലോ സെൻറ്ററിലോ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഈസിലി ആക്സസിബിൾ ആവുന്ന രീതിയിൽ കൊടുക്കാം. പിന്നെ സ്ട്രീറ്റ്സും പെഡസ്ട്രിയൻ എന്ന് പറയുമ്പോൾ കാൽനട പാതകൾ, പിന്നെ സ്ട്രീറ്റ്സ് കൊടുക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് എന്തിനാണ്? സേഫ്റ്റി എൻഷുർ ചെയ്യാനും അതേപോലെ തന്നെ ആ നെയ്ബർഹുഡ് യൂണിറ്റിൽ എഫിഷ്യൻ്റായിട്ടുള്ള സർക്കുലേഷൻ മൂവ്മെൻറ്റ് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻ എൻകറേജ് ചെയ്യാനുള്ള രീതിയിലും അതേപോലെ തന്നെ എന്താണ്, പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റെസിഡൻഷ്യൽ ക്ലസ്റ്റേഴ്സ് ഓർഗനൈസ് ചെയ്യുക. അതും ഓപ്പൺ സ്പേസസ് അല്ലെങ്കിൽ കോമൺ ഏരിയാസിന് ചുറ്റും ആയിട്ടാണ് റെസിഡൻഷ്യൽ ക്ലസ്റ്റേഴ്സിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ലേ ഔട്ട് അല്ലെങ്കിൽ ഡിസൈൻ കൊടുക്കുന്നത്. പിന്നെ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ ഗ്രോത്തും അതേപോലെ തന്നെ എന്താണ്, നെയ്ബർഹുഡ് അഡാപ്റ്റബിലിറ്റിയും കൂടെ കൺസിഡർ ചെയ്തിട്ട്, പിന്നെ മാത്രമല്ല ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ചിങ് നീഡ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലും കൂടെയാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും പോരാതെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എന്താണ്, നെയ്ബർഹുഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാനും, പിന്നെ ആ നെയ്ബർഹുഡ്സ് വഴി പുറത്തുള്ള വൈഡർ സിറ്റിയിലേക്കുള്ള ആക്സസ് കൊടുക്കാനൊക്കെ എന്താണ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് കൂടെ അവിടെ കൂടുതലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നെയ്ബർഹുഡ് പ്ലാനിങ്ങും. നെയ്ബർഹുഡ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പ്രിൻസിപ്പിൾസും. ഇപ്പോൾ 7 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്, അതനുസരിച്ച് എഴുതുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ റിബൺ ഡെവലപ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Ribbon development refers to the linear growth of urban or suburban areas along the main roads, highways or transport routes rather than in a compact planned form. It is characterized by buildings, usually residential or commercial, being constructed in a strip along the road, often without proper urban planning. റിബൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ അർബൻ പ്ലാനിങ് ഇല്ലാതെ നടക്കുന്ന ഒരു ഡെവലപ്മെൻറ്റാണ്. അതൊരു ലീനിയർ ഗ്രോത്ത് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഫിഗർ കണ്ടില്ലേ, ഈ കാണിച്ചിരിക്കുന്നതാണ് റിബൺ ഡെവലപ്മെൻറ്റ്. അതായത് റോഡിൻ്റെ ആ ഒരു ലീനിയർ, അതിനോട് പാരലലായിട്ട് അങ്ങനെ ഗ്രോത്ത് സംഭവിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ്, ലീനിയർ ഗ്രോത്ത് ഓഫ് അർബൻ ഏരിയാസ് അല്ലെങ്കിൽ സബർബൻ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സബർബൻ ഏരിയാസ് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ ഏരിയാസ് തന്നെയാണ്. അത് സിറ്റിയുടെ എഡ്ജസിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഏരിയാസിലൊക്കെ ആയിട്ട് ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്ന റെസിഡൻഷ്യൽ ഏരിയാസിനെയാണ് സബർബൻ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് പ്രോപ്പർ അർബൻ പ്ലാനിങ്ങിലല്ല ഇത് നടക്കുന്നത്. എങ്കിലും എന്താണ്, ഇവിടെ അധികവും റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് റോഡിനോട് ചേർന്നുകൊണ്ട് ഒരു ലീനിയർ സ്ട്രിപ്പിൽ അല്ലെങ്കിൽ ഒരു ലീനിയർ ഗ്രോത്തിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ, ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഇൻ എ നാരോ സ്ട്രിപ്പ് അലോങ് ദ മേജർ റോഡ്സ്, റെയിൽവേസ് ഓർ റിവേഴ്സ്. അത് റോഡിന്, മേജർ റോഡ്സിന് അലോങ് ആയിട്ട് തന്നെ വേണമെന്നില്ല. മേ ബി അത് റെയിൽവേസ് ആവാം, റിവേഴ്സിനരികിലാവാം, എന്തും ആവാം. പക്ഷെ അതൊരു ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ഗ്രോത്ത് ആയിരിക്കും. പിന്നെ ഇത് കാരണം എന്താ ഉണ്ടാകുന്നത്, ഇന്നെഫിഷ്യൻറ്റ് യൂസ് ഓഫ് ലാൻഡാണ്. കാരണം ഒരുപാട് ഗ്യാപ്പുകളും അതേപോലെ അൺയൂസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് കാര്യങ്ങളൊക്കെ ബിൽഡിങ്സിന് ഇടയിൽ വരുന്നത് കൊണ്ട് തന്നെ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ലാൻഡ് യൂസാണ്. പ്രോപ്പർ യൂസ് ഓഫ് ലാൻഡ് ഇവിടെ നടക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റുകൾ കൂടും. കാരണം എന്താണ്, ഈ യൂട്ടിലിറ്റീസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, സീവേജ് പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ആ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് കൂടും. പിന്നെ ട്രാഫിക് കൺജഷൻ, സേഫ്റ്റി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്, റോഡ് സൈഡ് ആക്സസ് പോയിൻറ്റ്സിലാണ് ഇത് നടക്കുന്നത്. പിന്നെ ലാക്ക് ഓഫ് പ്രോപ്പർ പ്ലാനിങ്ങും ഉണ്ട്. പിന്നെ
ഇനി ഇത് നേരെ റിസൾട്ട് ചെയ്യുന്നത് ഒരു എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ആൻഡ് ലോസ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡിലേക്കാണ്. പിന്നെ ഈ റിബൺ ഡെവലപ്മെൻറ്റ് എന്താണ്, ഇത് കാരണം തന്നെ ഒരു കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഓപ്പൺ സ്പേസസ്, പ്രോപ്പറായിട്ടുള്ള സോഷ്യൽ അമ്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഇത് ഓഫൻ എന്തിലേക്കാണ് പിന്നെ പോകുന്നത്, ഒരു അർബൻ സ്പ്രോൾ, അതേപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ അർബൻ പ്ലാനിങ്ങിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ റോഡിന് 2 സൈഡിലുമായിട്ട് കാണുന്നുണ്ട് അല്ലേ, ഒരു ലീനിയർ ഗ്രോത്തിലാണ് ആ ഒരു ഡെവലപ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ വീടുകളാവാം, കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ആവാം, എന്തും ആവാം. മാത്രമല്ല ഇത് ഇങ്ങനെയൊരു ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്പ്രെഡിങ് ഓഫ് എ സിറ്റി ആയിട്ട് വരും. അൺകൺട്രോൾഡ് സ്പ്രെഡിങ് ഓഫ് എ സിറ്റി. കാരണം എന്താണ്, അതിനെയാണ് ഈ അർബൻ സ്പ്രോൾ എന്ന് പറയുന്നത്. അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ഗ്രോത്താണ്. പ്രോപ്പർ പ്ലാനിങ് അവിടെ ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്കസ് ഓൺ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് സർ പാട്രിക് ഗെഡസ് ടു ടൗൺ പ്ലാനിങ്. പാട്രിക് ഗെഡസ് ടൗൺ പ്ലാനിങ്ങിന് തന്ന കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ സർ പാട്രിക് ഗെഡസ് എന്ന് പറയുന്നത് ഒരു പയനറിങ് സ്കോട്ടിഷ് അർബൻ പ്ലാനറാണ്, സോഷ്യോളജിസ്റ്റാണ് ആൻഡ് എ ബയോളജിസ്റ്റാണ്. ഓക്കെ, ഇദ്ദേഹം ടൗൺ പ്ലാനിങ്ങിന് ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് റീജിയൻ ഇൻ പ്ലാനിങ്. ടൗൺ പ്ലാനിങ് എടുക്കുമ്പോൾ അതിൽ ഒരു കൺസെപ്റ്റ് ഓഫ് റീജിയൻ എന്നുള്ള ഒരു കാര്യം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതായത് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലാനിങ് എങ്ങനെയാണ് നടക്കേണ്ടത്, ഇൻഡിവിജ്വൽ സിറ്റീസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, കുറച്ചും കൂടെ ബ്രോഡർ റീജിയൻ, അതായത് കുറച്ചും കൂടെ നാച്ചുറൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റംസ് ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ള രീതിയിൽ ഒരു റീജിയൻ ലെവലിലാണ് പ്ലാനിങ് നടക്കേണ്ടത് എന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പിന്നെ അതേപോലെ തന്നെ സർവേ ബിഫോർ പ്ലാൻ എന്നുള്ളൊരു പ്രിൻസിപ്പിൾ, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം സ്റ്റഡി ചെയ്ത് അതിൻ്റെ ജിയോഗ്രഫി, കൾച്ചർ, സൊസൈറ്റി, എക്കണോമി കാര്യങ്ങളൊക്കെ പഠിച്ച് എന്നിട്ട് ആണ് നമ്മളൊരു പ്ലാൻ എടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ ആ ഒരു ഡാറ്റ ഒക്കെ എംഫസൈസ് ചെയ്ത് പിന്നെ ഫ്യൂച്ചർ അപ്ഗ്രഡേഷനും കാര്യങ്ങളും അതിൽ കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു സർവേ ബിഫോർ പ്ലാൻ എന്നുള്ളൊരു കൺസെപ്റ്റും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ ഇൻറ്റിഗ്രേഷൻ ഓഫ് സോഷ്യൽ ആൻഡ് അർബൻ പ്ലാനിങ്, അതായത് അർബൻ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അത് സോഷ്യൽ നീഡ്സ് കൂടി അതിനകത്ത് വരണം. അതായത് ഹൗസിങ്, എഡ്യൂക്കേഷൻ, റിക്രിയേഷൻ, പിന്നെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം, അതായത് ഹ്യൂമൻ വെൽബീയിങ്ങിനു കൂടെ ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം അർബൻ പ്ലാനിങ് നടക്കാൻ എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നെ കോൺസെൻട്രിക് സോൺ കൺസെപ്റ്റ്, അതായത് ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റീസിനെ ഓർഗനൈസ് ചെയ്ത് പല പല സോണുകളാക്കി ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻ. അതായത് ഓരോ സോണിനും ഓരോ പർട്ടിക്കുലർ ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ റെസിഡൻഷ്യൽ സോൺസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ സോൺസ് ഉണ്ട്, റിക്രിയേഷണൽ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ഫങ്ഷൻസാണ്. ആ രീതിയിൽ അദ്ദേഹം ഓർഗനൈസ് ചെയ്തു സിറ്റീസിനെ. പിന്നെ ഗാർഡൻ സിറ്റി ഇൻഫ്ലുവൻസ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഗാർഡൻ സിറ്റി മൂവ്മെൻറ്റ്, അതായത് ഗ്രീൻ സ്പേസസ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, അതേപോലെ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള നെയ്ബർഹുഡ്, നേച്ചറുമായിട്ട് കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അർബൻ ലൈഫാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിരുന്നത്. ഇനി പിന്നെ 6th വന്ന് ടൗൺ പ്ലാനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വോക്കസി, അതായത് അദ്ദേഹം ഇതൊന്നും കൂടാതെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ്, ലെക്ചേഴ്സ്, പബ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. പിന്നെ കൺസർവേറ്റീവ് സർജറി അപ്രോച്ച്, അതായത് എക്സിസ്റ്റിംഗ് ടൗൺസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്ത് കളയാതെ തന്നെ കെയർഫുള്ളായിട്ട് ആ ഒരു ഓൾഡ് അർബൻ ഫാബ്രിക്കിൽ നിന്നുള്ളൊരു അഡാപ്റ്റേഷൻ, എന്നിട്ട് അത് മോഡേൺ നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഒരു റെനോവേഷൻ പോലുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്ട്രക്ചറിനെ ഡിമോളിഷ് ചെയ്ത് കളയാതെ അതിനെ പ്രിസേർവ് ചെയ്തുകൊണ്ട് തന്നെ ഫ്യൂച്ചർ നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ, മോഡേൺ നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരു അപ്രോച്ച് ഉണ്ടായത്. പിന്നെ സിവിക് സർവീസ് ആൻഡ് പ്രാക്ടിക്കൽ പ്ലാനിങ്, അതായത് അദ്ദേഹം ഒരുപാട്
പ്ലാനിങ് പ്രോജക്ട്സ് ചെയ്തിരുന്നു. മെയിനായിട്ട് ഏതൊക്കെ സിറ്റീസിലാണ്? എഡിൻബർഗ്, ടെൽ അവീവ്, പൂനെ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സർ പാട്രിക് ഗെഡിസിൻ്റെ ടൗൺ പ്ലാനിങ്ങിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CBD. CBD എന്താണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ് CBD. അതായത് ഒരു സിറ്റിയുടെ ജിയോഗ്രഫിക് ഹാർട്ടിൽ കാണുന്ന ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള അഥവാ കൊമേഴ്ഷ്യൽ പേർപ്പസസ് മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു ഏരിയ ആണ്. ഇൻറ്റൻസ് ആയിട്ടുള്ള എക്കണോമിക്, സോഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBDയിലെ ലാൻഡ് എന്ന് പറയുന്നത് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം എന്താണ്? ഒന്നാമത് അതിൻ്റെ പ്രൈം ലൊക്കേഷൻ, മാത്രമല്ല ഡിമാൻഡ് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഹൈ ലാൻഡ് വാല്യൂ ആയിരിക്കും ഈ CBD നിൽക്കുന്ന ഏരിയ. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, ബാങ്ക്, ഓഫീസ്, റീറ്റെയിൽ ഷോപ്സ്, ഹോൾസെയിൽ ബിസിനസ്, അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണത്. പിന്നെ ഹൈ ബിൽഡിംഗ് ഡെൻസിറ്റി ആൻഡ് വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റ്, ലിമിറ്റഡ് സ്പേസ് കാരണം, പിന്നെ മാത്രമല്ല ഹൈ ലാൻഡ് കോസ്റ്റ് കാരണം മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സും സ്കൈ സ്ക്രേപ്പേഴ്സും ആണ് കോമൺ ആയിട്ട് ഈ ഏരിയയിൽ കാണുന്നത്. പിന്നെ ആക്സസിബിലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് ഹബ്. CBD എന്ന് പറയുന്നത് വെൽ കണക്റ്റഡ് വിത്ത് റോഡ്സ്, റെയിൽവേസ് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ആണ്. കാരണം എന്തിനാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത്? ആൾക്കാരുടെയും ഈ ഗുഡ്സിൻ്റെയും മൂവ്മെൻറ്റ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് വെൽ കണക്റ്റഡ് ആണ്. ഓക്കെ. പിന്നെ പെഡസ്ട്രിയൻ ട്രാഫിക് ആൻഡ് കൺജഷൻ, അതായത് ഹൈ ഡെൻസിറ്റി ഓഫ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ് ലീഡ് ടു ബിസി സ്ട്രീറ്റ്സ് ആൻഡ് ഫ്രീക്വൻറ്റ് ട്രാഫിക് കൺജഷൻ. ആൾക്കാരുടെ ഒരു ജനസാന്ദ്രത കൂടുന്നത് കൊണ്ട് തന്നെ, പിന്നെ മാത്രമല്ല വെഹിക്കിൾസിൻ്റെ എണ്ണവും കൂടും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ട്രാഫിക് കൺജഷൻസ് ഇവിടെ കാണാറുണ്ട്. പിന്നെ പ്രസൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് ഓഫീസസ്, കോർട്സ്, മ്യൂസിയംസ് ആൻഡ് കൾച്ചറൽ സെൻറ്റേഴ്സ് ആർ ഓഫൻ ലൊക്കേറ്റഡ് ഹിയർ. ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ് ഓഫീസസ്, കോർട്ട്, മ്യൂസിയം, കൾച്ചറൽ സെൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലിമിറ്റഡ് റെസിഡൻഷ്യൽ ഏരിയാസ്, ഈ ലാൻഡ് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ റെസിഡൻഷ്യൽ ഏരിയാസ് ഇവിടെ ലിമിറ്റഡ് ആയിരിക്കും. ഇതവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സെൻട്രൽ കാണിച്ചിരിക്കുന്നതാണ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. അതിന് ചുറ്റും കണ്ടോ ആക്സസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ്സ്, ഹെൽത്ത് സെൻറ്റേഴ്സ്, ലൈബ്രറി, കോളേജ്, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഓഫീസസ്, ഷോപ്പിംഗ് മാൾസ് ആൻഡ് ഹോട്ടൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇല്ലസ്ട്രേറ്റ് വിത്ത് സ്കെച്ചസ് ഡിഫറെൻറ്റ് പാർക്ക് സിസ്റ്റം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാർക്ക് സിസ്റ്റമാണ് ചോദിച്ചിട്ടുള്ളത്. പാർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഓഫ് പാർക്കാണല്ലേ, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസസ്. ഒരു സിറ്റിയിലെയോ റീജിയനിലോ കാണുന്ന ഓപ്പൺ സ്പേസസും നെറ്റ്വർക്ക് ഓഫ് പാർക്കിനെയാണ് നമ്മൾ പാർക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന റിക്രിയേഷണൽ പർപ്പസിന്, ഇക്കോളജിക്കൽ പർപ്പസിന്, പിന്നെ എസ്തെറ്റിക് ബെനിഫിറ്റ്സിനും കൂടിയാണ്. ഇനി സൈസ്, ഫങ്ഷൻ, സർവീസ് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഡിഫറെൻറ്റ് പാർക്ക് സിസ്റ്റം ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് നെയ്ബർഹുഡ് പാർക്ക്. നെയ്ബർഹുഡ് പാർക്ക് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പാർക്കാണ്. ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ റെസിഡൻഷ്യൽ ഏരിയാസ്. റെസിഡൻഷ്യൽ ഏരിയാസിന് അടുത്തോടായിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ചെറിയ പാർക്കുകളാണ്. ഇവർക്ക് പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ടാവും, സീറ്റിംഗ് ഏരിയാസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡെയിലി റിക്രിയേഷൻ ആവശ്യമുള്ള ഓപ്പൺ സ്പേസസും ഉണ്ടാവും. പിന്നെ ഉള്ളത് കമ്മ്യൂണിറ്റി പാർക്സാണ്. അതായത് നെയ്ബർഹുഡ് പാർക്സിനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കും. കാരണം കമ്മ്യൂണിറ്റി പാർക്കാണ് അല്ലേ. അതായത് മൾട്ടിപ്പിൾ നെയ്ബർഹുഡ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്പോർട്സ്, വാക്കിംഗ് പാത്ത്, പിക്നിക് ഏരിയ, പിന്നെ ചിലപ്പോൾ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സും കൂടെ കൊടുക്കാറുണ്ട്. പിന്നെ റീജിയണൽ പാർക്കുണ്ട്. അതായത് ഇതെന്ന് പറയുമ്പോൾ ഒരു എൻ്റയർ സിറ്റി അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് സ്പെഷ്യലൈസ് ചെയ്ത് കുറച്ചും കൂടെ വൈഡർ ഏരിയയിലാണിത് കാണാറുള്ളത്. പിന്നെ അർബൻ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പ്ലാസാസ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ വളരെ സ്മോൾ സെൻട്രലി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പൺ സ്പേസസ് ആയിരിക്കും. അതും ഡെൻസ്ലി ബിൽഡ് ആയിട്ടുള്ള അർബൻ ഏരിയാസിൽ കൊടുക്കുന്നത്.
ഇതെന്താണ് സീറ്റിംഗ്, ഗ്രീനറി, സോഷ്യൽ ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ളൊരു വെന്യൂ ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ലീനിയർ പാർക്സ് ഉണ്ട്, അതായത് നാച്ചുറൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള കോറിഡോഴ്സിന് അലോങ് ആയിട്ട് കൊടുക്കുന്നതാണ്. റിവേഴ്സ്, റെയിൽവേസ്, ഹൈവേസിനൊക്കെ അലോങ് ആയിട്ട് കൊടുക്കുന്ന ഒരു ലീനിയർ പാർക്കാണ്. ഇവിടെ വാക്കിംഗ്, സൈക്ലിംഗ് പാത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും കാണുന്നത്. പിന്നെ ഗ്രീൻ ബെൽറ്റ്സ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ഗ്രീൻ ബെൽറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പൺ ലാൻഡ് തന്നെയാണ്, അതൊരു സിറ്റീനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്നതാണ്. പിന്നെ ഇത് മെയിനായിട്ട് അർബൻ സ്പ്രോളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള അർബൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇതും ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്തുകൊണ്ട് റിക്രിയേഷണൽ സ്പേസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഏരിയ ആണ് ഗ്രീൻ ബെൽറ്റ്. പിന്നെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള പാർക്സ് ഉണ്ട്, അതായത് ബൊട്ടാണിക്കൽ ഗാർഡൻ, സൂ, അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട്. ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ സൈറ്റ്സ് കാണിക്കാനുള്ള പാർക്കുകളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ പ്ലേ ഗ്രൗണ്ട്സും പോക്കറ്റ് പാർക്സും ഉണ്ട്. പ്ലേ ഗ്രൗണ്ട്സ് മാത്രമുള്ള അതിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ പാർക്കുകളും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് പാർക്ക് സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഒരു പാർക്ക് സിസ്റ്റം കാണിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്ലാൻ വരച്ചിട്ട് കുറച്ച് ലാൻഡ്സ്കേപ്പ് ഏരിയാസും പിന്നെ അതേപോലെ ബേസിക് നെസസിറ്റീസും പിന്നെ അതേപോലെ വാക്കിംഗ് ഏരിയ, സൈക്ലിംഗ് പാത്സൊക്കെ കാണിച്ചിട്ട് ഒരു ചെറിയ പാർക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ലേ ഔട്ട് നോക്കി വെച്ചിട്ട് ഓരോരുത്തരുടെ ഇതനുസരിച്ച് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഒരു ലീനിയർ പാർക്ക് സിസ്റ്റമാണ്, കണ്ടോ. അതായത് ഒരു റോഡിനോട് അല്ലെങ്കിൽ റിവർ സൈഡോ അങ്ങനെ എന്തിനോടെങ്കിലും അലോങ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു പാർക്ക് സിസ്റ്റമാണ്. പിന്നെ ഇവിടെ പോക്കറ്റ് പാർക്ക് സിസ്റ്റം ഉണ്ട്. ഇത് ചെറിയൊരു പാർക്കാണ്, സ്മോൾ ലൊക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു പാർക്കാണ്. പിന്നെ ഇവിടെ ഒരു ലാർജ് അർബൻ സെൻട്രൽ പാർക്ക് സിസ്റ്റം ഉണ്ട്. അത് ഒരു വലിയൊരു പാർക്കാണ്. അവിടെ പ്ലേ ഗ്രൗണ്ടും പിന്നെ ചെറിയ സൈക്ലിംഗ് പാത്ത് അല്ലെങ്കിൽ വാക്കിംഗ് പാത്ത്സ് കാര്യങ്ങളല്ലാണ്ട് സീറ്റിംഗ് ഒക്കെ കൊടുക്കാം. പിന്നെ വൈൽഡർനെസ് പാർക്ക് സിസ്റ്റം ഉണ്ട്. അതെന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, 6th ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലസ്ട്രേറ്റ് വിത്ത് സ്കെച്ചസ് എ ടിപ്പിക്കൽ ക്ലോവർ ലീഫ് ക്രോസിംഗ് ആൻഡ് ഷോ ദ പാറ്റേൺ ഓഫ് ട്രാഫിക് മൂവ്മെൻറ്റ് ത്രൂ ഇറ്റ്. ഒരു ക്ലോവർ ലീഫ് ക്രോസിങ്ങിൻ്റെ സ്കെച്ച് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിലൂടെയുള്ള പാറ്റേൺ ഓഫ് ട്രാഫിക് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് ഒരു ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ ക്ലോവർ ലീഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ഞാനൊന്ന് ആദ്യം പറഞ്ഞു തരാം. A cloverleaf interchange is the type of grade separated highway interchange designed to allow traffic to change directions without stopping for traffic signals. It is called a cloverleaf because when viewed from above, the ramps form a pattern resembling a four-leaf clover. അതായത് ഇത് ആക്ച്വലി എന്ന് പറയുന്നത് ഇവിടെ രണ്ട് റോഡ്സ് നിങ്ങൾക്ക് കാണണം. അതായത് മേലെയും താഴെയായിട്ടാണ് ആ റോഡ്സ് നിൽക്കുന്നത്. അത് ഒരു ലെവലിലല്ല. അതാണ് പറഞ്ഞിട്ടുള്ളത് ഗ്രേഡ് സെപ്പറേറ്റഡ് ഹൈവേസ് അല്ലെങ്കിൽ റോഡ്സ് ആണ്. അപ്പോൾ ഈ റോഡ്സ് തമ്മിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ കേവ് പോലെ കാണിച്ചിരിക്കുന്ന ഈ സാധനം, അത് റാമ്പാണ്. അപ്പോൾ ഈ താഴത്തെ, അതായത് ഈ വെർട്ടിക്കലായിട്ട് കിടക്കുന്ന റോഡുണ്ട്, ആ റോഡ് വഴി ആ റാമ്പിലൂടെ കയറിയിട്ട് നമുക്ക് മേലേക്ക് ആക്സസ് ചെയ്യാം, മേലത്തെ റോഡിലേക്ക് ആക്സസ് ചെയ്യാം. സിമിലർലി എല്ലാ റാമ്പും അങ്ങനെ കംപ്ലീറ്റ് എന്താ പറയുക, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ട്രാഫിക് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർചേഞ്ചാണിത്. ഇവിടെ ട്രാഫിക് സിഗ്നൽസിന് ആവശ്യം വരുന്നില്ല. ഓക്കെ, അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ വെഹിക്കിൾസിന് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു അലോ ട്രാഫിക് ടു ചേഞ്ച് ഡയറക്ഷൻസ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ഫോർ ട്രാഫിക് സിഗ്നൽസ്. ഇവർക്ക് എന്താണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്താണ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ട്രാഫിക് സിഗ്നൽസും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് മേലൊന്ന് വ്യൂ ചെയ്യുമ്പോൾ എന്താണ് ഈ റാംപ്സ്, ഈ കേർവ് ഷേപ്പിൽ കാണിച്ചിരിക്കുന്ന റാമ്പാണ്. ആ റാമ്പിൻ്റെ ആ ഒരു ഷേപ്പെല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു എന്താണ് 4-leaf ക്ലോവർ പോലെ റിസംബിൾ ചെയ്യും.
ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ലൂപ്പ് റാംപ്സ് ആണ്. കണ്ടോ, ഒരു ലൂപ്പ് പോലെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. നിങ്ങൾ ഒരു ഇതിൻ്റെ യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടിന്യൂസ് ഫ്ലോ ആയിരിക്കും അവിടെ വെഹിക്കിൾസിൻ്റെ. അപ്പോൾ ഇതൊരു ലൂപ്പ് റാമ്പാണ്. ട്രാഫിക് exiting the highway uses a loop shaped ramp to make a left turn in right hand traffic countries without crossing opposite traffic. അതായത് ഓപ്പോസിറ്റ് വരുന്ന ട്രാഫിക്കിനെ ക്രോസ് ചെയ്യാതെ തന്നെ എന്താണ് ലെഫ്റ്റ് ടേൺ എടുക്കാൻ പറ്റും ഇവിടെ. ഇനി ഫ്രീ ഫ്ലോ മൂവ്മെൻ്റ് ആണ്. അതായത് വെഹിക്കിൾസിന് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും സ്റ്റോപ്പിംഗ് സിഗ്നൽസിൻ്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. പിന്നെ 4 ക്വാഡ്രൻസ് ആണ്. അതായത് കണ്ടോ, 4 ലൂപ്പുകൾ 4 ക്വാഡ്രൻസിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്പേസ് റിക്വയർമെൻറ്റ് ഇതിന് ആവശ്യമാണ്. ഒരുപാട് ലാൻഡ്, കാരണം ഈ ലാർജ് ലൂപ്പുകൾ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ലാൻഡ് ഇതിനാവശ്യമായിരിക്കും. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതാണ്: നോ ട്രാഫിക് ലൈറ്റ്സ് ഫോർ ടേണിങ്ങിൻ്റെ സ്ഥലങ്ങളെത്തുന്ന സമയത്ത് അവിടെ ട്രാഫിക് ലൈറ്റ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ എന്താണ്, കോൺഫ്ലിക്റ്റ് പോയിൻറ്റ്സ് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർസെക്ഷനെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, 7th ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ഓൺ CRZ ക്ലാസിഫിക്കേഷൻ. CRZ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. CRZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റൽ റെഗുലേഷൻ സോണാണ്. അതായത് തീരദേശ നിയന്ത്രണ മേഖല എന്ന് പറയും. അപ്പോൾ ദിസ് ഈസ് ദ ഏരിയ അലോങ് ദ കോസ്റ്റ് വെർ സർട്ടൈൻ ആക്ടിവിറ്റീസ് ആർ റെസ്ട്രിക്റ്റഡ് ഓർ റെഗുലേറ്റഡ് ടു. സാധാ ഏരിയാസ് പോലെയല്ല, എന്താണ്, തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ എന്താണ്, ചില ആക്ടിവിറ്റീസ് എല്ലാം അവിടെ റെസ്ട്രിക്റ്റഡ് ആണ് അല്ലെങ്കിൽ റെഗുലേറ്റഡ് ആണ്. എന്തിനാണത്? ടു പ്രൊട്ടക്റ്റ് ദ കോസ്റ്റൽ എൻവയോൺമെൻറ്റ്. അതായത് ഈ തീരദേശ പരിസ്ഥിതിയുടെ പ്രൊട്ടക്ഷന് ബേസ് ചെയ്തിട്ട് എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. കുറച്ച് ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റഡ് ആണ്. അതേപോലെ പ്രിവെൻറ്റ് അൺപ്ലാൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഇല്ലാതെയുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ സേഫ് ഗാർഡ് ലിവ്ലിഹുഡ്സ് ഓഫ് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ്, അതായത് തീരദേശങ്ങളിലുള്ള കമ്മ്യൂണിറ്റീസ്, ആൾക്കാരുടെ എന്താണ് ലൈഫ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും ആണ് ഇത്തരം റെഗുലേഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ റൂൾസും കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ്റെ അണ്ടറിൽ, അതും മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള മന്ത്രാലയത്തിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. അതായത് ഇതിപ്പോൾ ലേറ്റസ്റ്റ് 2019 ഗൈഡ് ലൈൻസ് പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് CRZ 1 ആണ്. അതെന്താണ്? ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, അതായത് പാരിസ്ഥിതികമായി പ്രാധാന്യം നൽകേണ്ടതായിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ടാവും. അതിനെയാണ് ഈ ജൈവ മേഖലകൾ അല്ലെങ്കിൽ പരിസ്ഥിതിലോല പ്രദേശം എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പരിസ്ഥിതിലോല പ്രദേശങ്ങളാണ് ഇതിൽ വരുന്നത്, ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ. അപ്പോൾ ഇവിടെ എന്താണ്, മാക്സിമം പ്രൊട്ടക്ഷൻ ഇവർക്ക് വേണം. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് മാംഗ്രോവ്സ്, കണ്ടൽക്കാടുകൾ, കോറൽ റീഫ്സ്, പവിഴപ്പുറ്റുകൾ, സാൻഡ് ഡ്യൂൺസ്. സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ മണൽക്കൂനകൾ, പിന്നെ ടർട്ടിൽ നെസ്റ്റിംഗ് ഏരിയാസ്. ടർട്ടിൽ നെസ്റ്റിംഗ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഈ കടലാമകൾ ബ്രീഡ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അതേപോലെ നാഷണൽ പാർക്കുകൾ, പിന്നെ വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ്സ്. വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, വന്യജീവി സങ്കേതങ്ങൾ. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ എന്താണ്, മാക്സിമം പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ എന്താണ്, പുതിയ കൺസ്ട്രക്ഷൻ അലൗഡ് അല്ല, എക്സെപ്റ്റ് ഫെസിലിറ്റീസ് റിലേറ്റഡ് ടു ഡിഫെൻസ്. അതായത് എന്താണ്, പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസിന് ഒഴികെ പുതിയ കൺസ്ട്രക്ഷൻസ് അലൗഡ് അല്ല. അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ദുരന്ത നിവാരണം, പിന്നെ പബ്ലിക് യൂട്ടിലിറ്റീസ്, ഇത്തരം കാര്യങ്ങൾക്ക് ഒഴികെ പുതിയ കൺസ്ട്രക്ഷൻസ് ഒന്നും അലൗഡ് അല്ല. പിന്നെ CRZ 2 ആണ്. CRZ 2 എന്ന് പറയുമ്പോൾ എന്താണ്, അർബൻ കോസ്റ്റൽ ഏരിയ, അതായത് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള അർബൻ ഏരിയാസാണ്, പക്ഷേ ഇതെന്താണ്, തീരദേശത്തോട് ചേർന്ന് കിടക്കുന്നതും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഡെവലപ്മെൻറ്റ് പെർമിറ്റഡ് ആണ്, പക്ഷേ എന്താണ്, അവർക്ക് അവരുടേതായിട്ടുള്ള സെറ്റ് ബാക്ക് റൂൾസ് ഉണ്ട്. അത് പ്രകാരം മാത്രമേ ഡെവലപ്മെൻറ്റ് പെർമിഷനുള്ളൂ.
അപ്പോൾ ഇവിടെ സെറ്റ് ബാക്ക് എങ്ങനെയാണ്? മിനിമം 50 മീറ്റേഴ്സ് ഫ്രം ദ ഹൈ ടൈഡ് ലൈൻ ഓർ ആസ് നോട്ടിഫൈഡ് ബൈ ദ സ്റ്റേറ്റ്. ഒന്നെങ്കിൽ സ്റ്റേറ്റ് പറഞ്ഞിട്ടുള്ള സെറ്റ് ബാക്ക്, അല്ലെങ്കിൽ മിനിമം 50 മീറ്റർ എവിടെ നിന്നാണ്? ഹൈ ടൈഡ് ലൈൻ. അതായത് നമ്മൾ പറഞ്ഞു വേലിയേറ്റത്തിൻ്റെ ആ മാക്സിമം വരുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടാവും, ആ ലൈനിൽ നിന്നും 50 മീറ്റേഴ്സ് എവേ. അതാണ് അവരുടെ പറഞ്ഞിട്ടുള്ള സെറ്റ് ബാക്ക്. പിന്നെ CRZ 3 ആണ്, അത് റൂറൽ കോസ്റ്റൽ ഏരിയാസാണ്. 2 ഏതായിരുന്നു? അർബൻ കോസ്റ്റൽ ഏരിയാസാണ്. 3 റൂറൽ കോസ്റ്റൽ ഏരിയാസ്. അപ്പോൾ ഇതെന്താണ്? വളരെ അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസാണ്. അതായത് ഇവിടെ അധികവും വില്ലേജസും അതേപോലെ ഓപ്പൺ ലാൻഡ്സും ആയിരിക്കും ഈ തീരദേശത്തോട് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ CRZ 3A ഉണ്ട്, 3B ഉണ്ട്. 3Aയിൽ എന്താണ്? പോപ്പുലേഷൻ ഡെൻസിറ്റി പറഞ്ഞിട്ടുണ്ട്. ജലസാന്ദ്രത 2161 പെർ സ്ക്വയർ കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ എന്താണ്? അവിടെ റെസ്ട്രിക്ഷനോട് കൂടിയുള്ള ഡെവലപ്മെൻറ്റാണ് കൊടുക്കുക. ഇനി 2161 അല്ലെങ്കിൽ അതിന് താഴെയോ ആണ് ജലസാന്ദ്രത എന്നുണ്ടെങ്കിൽ എന്താണ്? കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസ് കൂടും. ഓക്കെ. ഇനി ഇവിടുത്തെ സെറ്റ് ബാക്ക് പറയുന്നത് മിനിമം 200 മീറ്റേഴ്സ് ഫ്രം ദ ഹൈ ടൈഡ് ലൈൻ ഇൻ നോൺ അർബൻ ഏരിയാസ്. നോൺ അർബൻ ഏരിയാസ് ആയതുകൊണ്ട് തന്നെ 200 മീറ്റർ മിനിമം ഹൈ ടൈഡ് ലൈനിൽ നിന്നും മാറിയിട്ടാണ് സെറ്റ് ബാക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ CRZ 4 ആണ്. അതെന്ന് പറയുന്നത് വാട്ടർ ഏരിയാസാണ്. അതായത് ഇവിടെ ഉൾപ്പെടുന്നത് കോസ്റ്റൽ വാട്ടർ, തീരദേശ ജലം എന്ന് നമ്മൾ പറയും. അതേപോലെ ടൈഡൽ വാട്ടേഴ്സ് ഉണ്ട്, വേലിയേറ്റ ജലം, അതേപോലെ ലഗൂൺസ്, അരുവികൾ, ക്രീക്സ് എന്ന് പറയുമ്പോൾ ക്രീക്സ് ആണ് അരുവികൾ, ലഗൂൺസ് എന്ന് പറയുമ്പോൾ തടാകങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇവിടെ എന്താണ്? നോ റിക്ലമേഷൻ ഓർ പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ് എക്സെപ്റ്റ് ആസ് അലോഡ് ഫോർ പോർട്ട്, ഹാർബേഴ്സ് ഓർ കോസ്റ്റൽ ട്രാൻസ്പോർട്ട്. അതായത് ഇവിടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ വീണ്ടെടുക്കൽ അലൗഡ് അല്ല. ഓക്കെ. എക്സെപ്റ്റ് ആസ് അലൗഡ് ഫോർ എക്സെപ്ഷണൽ കേസസ് ഏതിനൊക്കെയാണ്? പോർട്ടുകൾ, ഹാർബേഴ്സ്, അതേപോലെ കോസ്റ്റൽ ട്രാൻസ്പോർട്ട്സിന് മാത്രം. അപ്പോൾ ഇത്രയാണ് 4 CRZൻ്റെ ക്ലാസിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് പ്ലാൻ. ഡെവലപ്മെൻറ്റ് പ്ലാനിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ പ്ലാൻഡ് ലാൻഡ് യൂസ് ആണ്. അതായത് പലതരം ലാൻഡുകൾ നമ്മൾ പല യൂസിനായിട്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, റിക്രിയേഷണൽ. അപ്പോൾ ഇത്തരം രീതിയിൽ എന്താണ്? നമ്മൾ ഡിഫറെൻറ്റ് ലാൻഡ്സിനെ ഓർഗനൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഹസാർഡ് ആയിട്ടുള്ള ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യും, അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ലാൻഡ് യൂസും ഒഴിവാക്കും. ഹസാർഡ് ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഒരു അപകടകരമായൊരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഇത് തടയും. എഫിഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതായത് പ്രോപ്പറായിട്ടുള്ള റോഡ്, വാട്ടർ സപ്ലൈ, സീവേജ്, ഇലക്ട്രിസിറ്റി, ഡ്രെയിനേജ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഡെവലപ്മെൻറ്റ് പ്ലാൻ വളരെ അനിവാര്യമാണ്. ഇതെന്താണ്? ഒരു സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റും അതേപോലെ റെസിഡൻസിന് ആവശ്യമുള്ള യൂട്ടിലിറ്റി സർവീസസും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ കൺട്രോൾഡ് ആയിട്ടുള്ള അർബൻ ഗ്രോത്ത്, അതായത് അർബൻ ഏരിയാസ് എക്സ്പാൻഡ് ചെയ്യുന്നത് മൂലം എന്താണ്? ഓവർ ക്രൗഡിങ്ങും സ്ലമ്മും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൺട്രോൾഡ് ആയ രീതിയിലുള്ള അർബൻ ഗ്രോത്ത് ഗൈഡ് ചെയ്യണമെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ വേണം. പിന്നെ ഹൈ ഡെൻസിറ്റി സോൺസും അതേപോലെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഓപ്പൺ സ്പേസസും കാര്യങ്ങളൊക്കെ കൊടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, അതിൽ വരുന്നതാണ് നമ്മുടെ ഗ്രീൻ സ്പേസസ്, ഗ്രീൻ ബെൽറ്റ്, വാട്ടർ ബോഡീസ്, ഫോറസ്റ്റ്. പിന്നെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യാനും ഈ ഡെവലപ്മെൻറ്റ് പ്ലാൻ നല്ലതാണ്. പിന്നെ എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിൽ എന്തൊക്കെ പറയാം? അതായത് ലാൻഡ് നമുക്ക് സ്കൂൾസ്, ഹോസ്പിറ്റൽ, പാർക്ക്, മാർക്കറ്റ്, ഇൻഡസ്ട്രീസ് അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് അലൊക്കേറ്റ് ചെയ്യാം. ഇനി ഇത് ലിവിങ് സ്റ്റാൻഡേർഡ് കൂട്ടുകയും ചെയ്യും, മാത്രമല്ല എന്താണ്? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും വർദ്ധിപ്പിക്കും. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി, ദുരന്ത നിവാരണം കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഫ്ലഡ് പ്രോണും അതേപോലെ എർത്ത് ക്വേക്ക് പ്രോൺ, സൈക്ലോൺ പ്രോൺ ആയിട്ടുള്ള ഏരിയാസിനൊക്കെ നമുക്ക് എന്താണ്? ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് എന്താണ്? ഈ ഡെവലപ്മെൻറ്റ് പ്ലാനിൽ കാണിക്കാം. അപ്പോൾ അവർക്ക് എന്താണ്? കുറച്ചും കൂടി സേഫ്റ്റി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഇനി എസ്തെറ്റിക് ആൻഡ് കൾച്ചറൽ പ്രിസർവേഷൻ, അതായത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ, മോണിമെൻറ്റ്സ്, കൾച്ചറൽ ഹെറിറ്റേജ് ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എന്താണ്?
വേറെ തന്നെ ഇതിൽ കാണിക്കാൻ പറ്റും. പിന്നെ ലീഗൽ ഫ്രെയിംവർക്ക് ആൻഡ് ഡെവലപ്മെൻറ്റ് കൺട്രോൾ, അതായത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ലീഗൽ ബേസിസിൽ കൺസ്ട്രക്ഷൻ റെഗുലേറ്റ് ചെയ്യുക, പിന്നെ ബിൽഡിംഗ് ഡെൻസിറ്റി, ലാൻഡ് യൂസ് കാര്യങ്ങളൊക്കെ ലീഗലി തന്നെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ കാണിക്കാം. പിന്നെ എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് കണക്ടിവിറ്റി, അതായത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള റോഡ്, പബ്ലിക് ട്രാൻസ്പോർട്ട്, പെഡസ്ട്രിയൻ പാത്വേസ് കാര്യങ്ങളെല്ലാം കൊടുക്കുക. പിന്നെ അതേപോലെ ട്രാഫിക് കൺജഷൻ കുറയ്ക്കാനും ആക്സസിബിലിറ്റി കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡാറ്റ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ സൈറ്റ് പ്ലാൻ ഫോർ ദ സബ്മിഷൻ ടു ലോക്കൽ അതോറിറ്റി. ഒരു സൈറ്റ് പ്ലാനിൽ എന്തൊക്കെ ഡാറ്റയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇൻ ഓർഡർ ടു സബ്മിറ്റ് ഇറ്റ് ഫോർ എ ലോക്കൽ അതോറിറ്റി. ഒരു ലോക്കൽ അതോറിറ്റിക്ക് നമ്മളത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സൈറ്റ് പ്ലാൻ ഡാറ്റ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് സൈറ്റ് ലൊക്കേഷനാണ്. സൈറ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പ്ലോട്ട് നമ്പർ കാണിക്കണം, അഡ്രസ്സ് കാണിക്കണം, നോർത്ത് ഡയറക്ഷൻ, സ്കെയിൽ, ഇതെല്ലാം കാണിക്കണം. പിന്നെ ബൗണ്ടറീസ് ആൻഡ് ഡയമെൻഷൻ, അതായത് സൈറ്റിൻ്റെ ഏരിയ, ബൗണ്ടറി ലൈൻസ്, അതേപോലെ തന്നെ നെയ്ബറിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതിൻ്റെ ഡീറ്റെയിൽസും കാണിക്കണം. പിന്നെ ടോപ്പോഗ്രഫി, അതായത് കോണ്ടൂർസോ സ്ലോപ്സോ പിന്നെ വേറെ എന്തെങ്കിലും നേച്ചുറൽ ഫീച്ചേഴ്സോ ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ടെങ്കിൽ അതും കാണിക്കണം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതായത് ഓൾറെഡി അവിടെ ബിൽട്ട് ആയിട്ടുള്ള ബിൽഡിങ്സ്, പിന്നെ അവരുടെ ഡയമെൻഷൻസ് കാര്യങ്ങളെല്ലാം കാണിക്കുക. പിന്നെ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതായത് പുതിയ ബിൽഡിങ്സ്, ഫ്ലോർ, ഹൈറ്റ്, സെറ്റ് ബാക്ക് കാര്യങ്ങളെല്ലാം കാണിക്കുക. ലാൻഡ് യൂസ് അല്ലെങ്കിൽ സോണിങ്, അതായത് ടൈപ്പ് ഓഫ് യൂസും അതേപോലെ തന്നെ അതിനോട് റിലേറ്റ് ആയിട്ടുള്ള കോംപ്ലയൻസ് വിത്ത് ലോക്കൽ റെഗുലേഷൻ, അവരുടെ ലോക്കൽ റെഗുലേഷനും കാര്യങ്ങളും എടുത്ത് കാണിക്കുക. പിന്നെ ആക്സസ് ആൻഡ് സർക്കുലേഷൻ, അതായത് ആക്സസ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ റോഡ്, ഡ്രൈവേ, പെഡസ്ട്രിയൻ പാത്ത്, പാർക്കിംഗ് കാര്യങ്ങളെല്ലാം കാണിക്കുക. പിന്നെ യൂട്ടിലിറ്റീസ് ആൻഡ് സർവീസസ്, അതായത് വാട്ടർ, സീവറേജ്, പിന്നെന്താണ് ഇലക്ട്രിസിറ്റി, ഡ്രെയിനേജ്, സ്റ്റോം വാട്ടർ മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കാണിക്കുക. ഓപ്പൺ സ്പേസ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്, ഓപ്പൺ സ്പേസ് ആൻഡ് ലാൻഡ്സ്കേപ്പിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്, ഗാർഡന്, പാർക്ക്, ഗ്രീൻ ബെൽറ്റ്, ബഫർ സോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കുക. പിന്നെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, അതായത് ഫയർ ആക്സസ്, എൻവയോൺമെൻറ്റൽ റൂൾസ്, ബൗണ്ടറി വാൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കാണിക്കാം. പിന്നെ പ്ലാൻ ഡീറ്റെയിൽസ്, അതായത് സ്കെയില്, നോർത്ത് ആരോ, ലിജൻഡ്, പിന്നെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ സർവേയർ സ്റ്റാമ്പ്, ഡേറ്റ് കാര്യങ്ങളെല്ലാം കാണിക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു സൈറ്റ് പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ ദ ടേം ലാൻഡ് ഡെവലപ്മെൻറ്റ്. ലാൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലാൻഡ് ഡെവലപ്മെൻറ്റ് നമുക്ക് പേര് തന്നെ മനസ്സിലാക്കാം അല്ലേ. അതായത് നമ്മളൊരു ലാൻഡിനെ പ്രിപ്പയർ ചെയ്യിക്കുകയാണ്, എന്തിന്, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫിസിക്കൽ അതേപോലെ ലീഗൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. എന്നിട്ട് നമ്മളതിനെ എന്താണ് ട്രാൻസ്ഫോം ചെയ്തൊരു നല്ല ലാൻഡാക്കി മാറ്റും. ദാറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എന്തൊക്കെ, റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പർപ്പസ്. ഇത് ഏത് പർപ്പസാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ആ ലാൻഡിനെ സ്യൂട്ടാക്കും. ഇനി ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ലാൻഡ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യുക, ലെവൽ ചെയ്യും, ഗ്രേഡ് ചെയ്യും, പിന്നെ ഡ്രെയിനേജ് കൊടുക്കും, സോയിൽ സ്റ്റെബിലൈസേഷൻ കൊടുക്കും. പിന്നെ പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, റോഡ്, വാട്ടർ സപ്ലൈ, സീവറേജ്, ഇലക്ട്രിസിറ്റി കാര്യങ്ങളെല്ലാം. പിന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ്, അതായത് സബ് ഡിവിഷന്, സോണിങ്, ലീഗലി വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളതിനകത്ത്, അതായത് ഒരു അതോറിറ്റിയിൽ നിന്ന് അപ്രൂവൽ കിട്ടാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലീഗലി ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ് യൂസ് ചെയ്തിട്ട് അതിൽ കാണിക്കും, അതിൽ കൊണ്ടുവരും. അതേപോലെ എൻഹാൻസിങ് ലാൻഡ് വാല്യൂ, അതായത് അത് സെയിലിന്, ലീസിന് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പർപ്പസിനൊക്കെ സ്യൂട്ടബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാൻഡ് വാല്യൂ എൻഹാൻസ് ചെയ്യും. പിന്നെ എൻവിറോൺമെൻറ്റൽ കൺസർവേഷൻ, അതായത് സസ്റ്റൈനബിലിറ്റിയും അതേപോലെ ഇക്കോളജിക്കൽ ഇമ്പാക്റ്റും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് അതിനെ എൻവിറോൺമെൻറ്റൽ വാല്യൂ കൂട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ ദ മെത്തേഡ്സ് ഓഫ് സ്ലം ക്ലിയറൻസ്. സ്ലം ക്ലിയറൻസിൻ്റെ മെത്തേഡ്സാണ് ചോദിച്ചിട്ടുള്ളത്. സ്ലം ക്ലിയറൻസിന് 2 മെത്തേഡ്സാണ് ഉള്ളത്. ഒന്ന് സ്ലം ക്ലിയറൻസും പിന്നെ 2 പറയുന്നത് സ്ലം അപ്ഗ്രഡേഷനുമാണ്. സ്ലം ക്ലിയറൻസിൽ എന്താ വരുന്നത്, അതായത്
കംപ്ലീറ്റ് സ്ലം ഉള്ള ഏരിയ നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളഞ്ഞ് അവിടെയുള്ള റെസിഡൻസിനെ വേറൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പുതിയ ഹൗസിങ് ഏരിയാസിലേക്കോ റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്ലം ക്ലിയറൻസ് മെത്തേഡ് എന്ന് പറയുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് റിമൂവൽ മെത്തേഡ് എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒരു സിറ്റിയുടെ ആ ഒരു അപ്പിയറൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, വാല്യുബിൾ ആയിട്ടുള്ള അർബൻ ലാൻഡ് നമുക്ക് കിട്ടും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താണ്, ആൾക്കാരെ നമ്മൾ റെസിഡൻസിനെ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ ലിവ്ലിഹുഡിൽ ഒരു ലോസ് ഉണ്ടാവും. പിന്നെ സോഷ്യൽ ഡിസ്റപ്ഷൻ അല്ലേ, അവരുടെ കൾച്ചറലി ആൻഡ് അവർ ഓൾറെഡി ഇൻട്രാക്ട് ചെയ്ത് നിന്ന സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സോഷ്യൽ ഡിസ്റപ്ഷൻ വരും. പിന്നെ ഹൈ കോസ്റ്റ് ആൻഡ് റെസിസ്റ്റൻസ് ഫ്രം റെസിഡൻസ്. പിന്നെ പുതിയ സ്ഥലത്തേക്ക് പുതിയ റെസിഡൻസിലേക്ക് പോകുന്ന സമയത്ത് മേ ബി അവർക്ക് അവിടുത്തെ ഹൗസിങ് നീഡ്സും കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സ്ലം അപ്ഗ്രഡേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, സ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവിടുത്തെ ലിവിങ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണ്. ഓക്കെ, എന്നിട്ട് അത് ഇമ്പ്രൂവ് ചെയ്ത് അവിടെയുള്ള റെസിഡൻസിനെ അവിടെ തന്നെ താമസിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളും കുറവായിരിക്കും. പിന്നെ ലോ കോസ്റ്റും അതേപോലെ ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനും ഇവിടെ നടക്കും. പിന്നെ ഇത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് സ്ട്രെങ്തൻ ചെയ്യും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ലിമിറ്റഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഓവർ ക്രൗഡഡ് ഏരിയാസ്, ലാൻഡ് ഓണർഷിപ്പ് കോൺഫ്ലിക്റ്റ്, റിക്വയർ സ്ട്രോങ് ലോക്കൽ പാർട്ടിസിപ്പേഷൻ. ഡിസഡ്വാൻറ്റേജസ് പൊതുവെ ചോദിക്കാറില്ല, ബട്ട് സ്റ്റിൽ ഞാനിതിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ രണ്ട് മെത്തേഡ്സും അതെന്താണ് ആ മെത്തേഡും അതിൻ്റെ അഡ്വാൻറ്റേജസുമാണ് പഠിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഓൺ ദ ഓറിയൻറ്റേഷൻ ആൻഡ് പാറ്റേൺ ഓഫ് റോഡ്സ് ഇൻ ഗാന്ധിനഗർ. ഓക്കെ, ഗാന്ധിനഗർ ടൗൺ പ്ലാനിങ്ങിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗാന്ധിനഗറിൻ്റെ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ മോഡേൺ പ്ലാൻഡ് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഗാന്ധിനഗർ. അപ്പോൾ ഗാന്ധിനഗറിൻ്റെ മെയിനായിട്ടുള്ള ഈ ഒരു ഡെവലപ്മെൻറ്റ് വന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. ഗാന്ധിനഗർ എന്ന് പറയുമ്പം ഗുജറാത്തിന് ക്യാപിറ്റലാണെന്ന് അറിയാമല്ലോ. ഓക്കെ, ഇനി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് HK മെവാഡ ആൻഡ് പ്രകാശ് M ആപ്തെ എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ്. 1960s ഇതിൻ്റെ ഡിസൈൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇനി ഇത് ചണ്ഡീഗഡിൻ്റെ സെയിം പ്രിൻസിപ്പിൾസിൽ നിന്നും ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ് ഗാന്ധിനഗറും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഗ്രിഡ് റൺ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു പ്ലാനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു ഗ്രിഡ് പാറ്റേണിലുള്ള ഒരു സ്ട്രക്ചറാണ് കംപ്ലീറ്റ് ആയിട്ട് ഗാന്ധിനഗറിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 30 ഡിസ്റ്റിങ്ക്റ്റ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ടറും 1 കിലോമീറ്റർ ബൈ 0.75 കിലോമീറ്റർ എന്നുള്ള കണക്കിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാം സെൽഫ് കണ്ടെയ്ൻഡ് സെക്ടേഴ്സാണ്, അതായത് സെൽഫ് കണ്ടെയ്ൻഡ് കമ്മ്യൂണിറ്റിയാണ്. പിന്നെ അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ അമ്യൂണിറ്റീസ്, സ്കൂള്, ഷോപ്പിംഗ് സെൻറ്റർ, ഡിസ്പെൻസറീസ് എല്ലാം അവർക്ക് അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഹൈറാർക്കിയലായിട്ടുള്ള ഒരു റോഡ് നെറ്റ്വർക്ക് ഉണ്ട്. 1 to 7 എന്നുള്ള രീതിയിൽ നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിൽ ആണ് ആ ഹൈറാർക്കിയൽ സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്ലൈമറ്റിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ മേജർ റോഡ്സ് അലൈൻ ചെയ്തിരിക്കുന്നത് ഒരു സ്പെസിഫിക് ആംഗിളിലാണ്. ആ ആംഗിളാണ് 30 ഡിഗ്രി നോർത്ത് വെസ്റ്റ് ആൻഡ് 60 ഡിഗ്രി സൗത്ത് ഈസ്റ്റ്. ഓക്കെ, അത് എന്തിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? ക്ലൈമറ്റിക് ഓറിയൻറ്റേഷൻ, അതായത് ഡയറക്റ്റ് സൺ ഗ്ലെയർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ മേജർ റോഡ്സ് അലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഗ്രീൻ സിറ്റി കൺസെപ്റ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഗാന്ധിനഗർ എന്ന് പറയുന്നത് ഗ്രീൻ സിറ്റിയാണ്, അല്ലെങ്കിൽ ട്രീ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ബിക്കോസ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഗ്രീൻ കളറും അതേപോലെ ട്രീ ലൈൻഡ് ആയിട്ടുള്ള റോഡ്സ്, ലാർജ് പാർക്കുകൾ എല്ലാം കൊണ്ടും ഹൈ ക്വാളിറ്റി എൻവയോൺമെൻറ്റ് തരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കോർ പറയുകയാണെങ്കിൽ ഇതൊരു ക്യാപിറ്റൽ കോംപ്ലക്സ് ഉണ്ട്, സെക്രട്ടേറിയറ്റും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കൂടെ ഉള്ളത്. അത് സെൻട്രലി ലൊക്കേറ്റഡ് ആണ്. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ഗുജറാത്ത് എന്നറിയപ്പെടുന്ന പ്രൈമറിലി ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഏരിയ.
ഓക്കെ, ഇത്രയാണ് ഗാന്ധിനഗറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 3 അവർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിത്ത് ഓർ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.